ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പാലക്കാട് പോയി വരാനുള്ള പ്ലാനിലാണ്. ഇന്നല്ല നാളെ. അപ്പോൾ ഞാൻ നാളെ പോകാനിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ചുമ്മാ പോവല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ പാലക്കാട് ഒരു ഓഫീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ അവിടെ ഹോസ്റ്റലിൽ പോയി ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോസ്റ്റലൊന്ന് വെക്കേറ്റ് ചെയ്ത് എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് കോഴിക്കോട് കാല് കുത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ രാവിലെ പോകുന്ന നേരം മഴ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിതാ റെഡിയായി. ഞാനും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. നേരെ ഇവിടുന്ന് കോഴിക്കോട് പോയി ഇറങ്ങി കോഴിക്കോട് നിന്ന് നേരെ പാലക്കാടേക്ക് KSRTC തന്നെ പോകാനുള്ള ശ്രമത്തിലാണ്, അതും പ്രിയദർശിനിയിൽ. അങ്ങനെ ഞാനും ചേച്ചിയും കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇനി KSRTCയിൽ നിന്ന് പാലക്കാടേക്കുള്ള അടുത്ത വണ്ടി പിടിക്കണം. അതിൻ്റെ മുന്നേ വല്ലതും ഞം ഈറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കടയുണ്ടോ നോക്കി ഹോട്ടൽ ലിബർട്ടി തന്നെ ഞങ്ങൾ കണ്ടു. പക്ഷേ അവിടെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വേണ്ട, ഒന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ച് നേരെ പാലക്കാടേക്കുള്ള വണ്ടി പിടിച്ചു. നല്ല മഴയുണ്ടായിരുന്നു ബസ് കയറിയത്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം പാലക്കാട് പോയി ഇറങ്ങി. അവിടെ സിവിൽ സ്റ്റേഷൻ്റെ സൈഡിൽ വല്ല ഫുഡ് കോർട്ടും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോടതിൻ്റെ ഫ്രണ്ടിൽ സിവിൽ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കോട്ട. കോട്ടേൻ്റെ നടുവിലൂടെയുള്ള റോഡിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്നറിയാം. അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് നേരെ ഹോസ്റ്റലിലെത്തി. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. സിവിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോസ്റ്റൽ വരുന്നത്. ഇവിടുന്ന് ഇനി എൻ്റെ ബാഗോ സാധനങ്ങളോ ഒക്കെ പാക്ക് ചെയ്തിട്ട് നേരെ നാട് പിടിക്കണം. ഇതായിരുന്നു എൻ്റെ ഓഫീസ്. ഓഫീസിൽ നിന്ന് ഞാൻ അങ്ങനെ നേരെ വിരമിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ 5-6 മാസത്തെ ഞാൻ സ്ഥിരമായിട്ട് വന്നു പോയിക്കൊണ്ടിരുന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം തന്നെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും മൈൻഡാക്കിയില്ല. ഞങ്ങൾ വല്ല മന്തിക്കടയോ ചെറിയ ഒരു മന്തി കഴിക്കാൻ വേണ്ടി. പക്ഷേ ആ ചേട്ടൻ ഞങ്ങളെ വെട്ടിച്ച് ഫ്രണ്ടിൽ പോയി. മോശമായിപ്പോയി. അങ്ങനെ ഞങ്ങളിതാ കോട്ടേൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. പണ്ട് ഹോസ്റ്റലിലുണ്ടായിരുന്ന സമയത്ത് ഞാനും ഹോസ്റ്റലിലുണ്ടായിരുന്ന കുക്ക് ചേച്ചിയും കൂടി ഡെയിലി വൈകുന്നേരം ഈവനിങ് വാക്കിന് വരുന്ന സ്ഥലമാണ് ഇത്. മോർണിംഗ് എണീക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ മടി കാരണമോ അല്ല. ഈവനിങ് വാക്ക് അത് ഞങ്ങളുടെ ഒരു ശീലമായിരുന്നു. ഇതാ ഞാൻ ചേച്ചീനെയും കൂട്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന വഴിയിലൂടെ അങ്ങനെ അടിവെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു മന്തിക്കട കണ്ണിൻ്റെ മുന്നിൽ കണ്ടു. എന്തായാലും മന്തി കഴിച്ചിട്ട് തന്നെ കാര്യം. ഇവിടുന്ന് പാഴ്സൽ വാങ്ങി ഹോസ്റ്റലിൽ കൊണ്ടുപോയി കഴിക്കാം എന്നാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. പക്ഷേ അതിൻ്റെ മുന്നേ ഞങ്ങൾ ആമാശയത്തിനൊന്ന് സോഫ്റ്റ് ആക്കാൻ ഒരു ഇളനീര് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഒരു ഇളനീരൊക്കെ കുടിച്ച് ഒന്ന് കുളിർമയേകിയിട്ട് ഞങ്ങൾ മന്തിയും കഴിച്ച് അങ്ങനെ നാട്ടിലേക്കുള്ള അടുത്ത വണ്ടി പിടിച്ചു. ഇതാ ഒരുപാട് ബാഗൊക്കെ ആയിട്ട് അത്യാവശ്യം രാത്രിയായിട്ടുണ്ട് കോഴിക്കോട് എത്താൻ. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. സാധനങ്ങളൊക്കെ കുറേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഓട്ടോ തന്നെ പിടിച്ചു. ഒരുപാട് ബാഗ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യും. അത് എൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ്. പക്ഷേ അത് അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ് അതിലും വലിയൊരു ദുരന്തം.